നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിയിൽ ആടിയുലഞ്ഞ് CPIM. സർക്കാരിനും പാർട്ടിക്കുമെതിരെ ജനങ്ങളുടെ വികാരം കേരളമാകെ അലയടിച്ചെന്നാണ് നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഏകാധിപത്യപരമായി പെരുമാറുന്നുവെന്ന വിമർശനങ്ങളും ശക്തമാവുകയാണ്. CPIM കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി വിമതർ നേടിയ വമ്പൻ വിജയവും CPIMന് ക്ഷീണമായി. കണ്ണൂരിൽ പ്രതിഫലിച്ചത് ഉൾപാർട്ടി പ്രശ്നങ്ങളാണെന്നാണ് പാർട്ടിയുടെ പ്രാഥമിക നിഗമനം. തോൽവിയുടെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാനുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ തുടക്കമാകും. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ CPIM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അനുഭാവികൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ കണ്ണൂരിൽ വിവിധയിടങ്ങളിലായി പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ പ്രതികരിക്കാൻ പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പാർട്ടിക്കേറ്റ വലിയ പരാജയത്തോടെ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുകയാണ്. 67 സീറ്റുകൾ ഉണ്ടായിരുന്ന CPIMന് ഇത്തവണ വെറും 26 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നപ്പോൾ നേതൃത്വം ഒന്നാകെ പ്രതിക്കൂട്ടിലാവുകയാണോ? കാണാം RD എക്സ്ട്രാ. ഇടതടിത്തറ തകർത്ത UDF മുന്നേറ്റത്തിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും CPIM നേതൃത്വം. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാനുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നാളെ തുടക്കമാകും. 10-11 തീയതികളിൽ ഡൽഹിയിൽ ചേരുന്ന PB യോഗം പരാജയ കാരണങ്ങളും സംഘടനാ വീഴ്ചകളും ചർച്ച ചെയ്യും. 22-നും 23-നും കേന്ദ്ര കമ്മിറ്റി യോഗവും വിളിച്ചിട്ടുണ്ട്. തിരുത്തൽ അനിവാര്യമാണെന്ന പോസ്റ്റുമായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ രംഗത്തെത്തി. കനത്ത തോൽവിക്ക് പിന്നാലെ നേതാക്കൾക്കെതിരെ പരസ്യ പ്രതികരണങ്ങളും വിമർശനങ്ങളും ശക്തമായിട്ടുണ്ട്. ശക്തമായ തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത MV ഗോവിന്ദൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും വിമർശനം ശക്തമാണ്. കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി. ഔദ്യോഗിക വാഹനവും പതിവ് പോലീസ് അകമ്പടിയും ഒഴിവാക്കി AKG സെന്ററിലെ വാഹനത്തിലായിരുന്നു യാത്ര. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ചിരിയിൽ മാത്രം ഒതുക്കിയായിരുന്നു പിണറായിയുടെ മറുപടി. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. പല കണക്കുകളിലും LDF പിന്നോട്ട് പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF കൂപ്പുകുത്തലിന് കാരണമായത് വോട്ട് വിഹിതത്തിലുണ്ടായ 7.73% ഇടിവാണ്. 2021 LDFനുണ്ടായ 45.28% വോട്ട് ഇടിഞ്ഞ് 37.54% ചുരുങ്ങി. ഇതിൽ CPIMന്റെ വോട്ട് ശതമാനം 3.73% ഇടിഞ്ഞ് 21.77% കുറഞ്ഞു. 8 സീറ്റുകളിലേക്ക് ചുരുങ്ങിയ CPIയുടെ വോട്ട് ശതമാനം 0.96% കുറഞ്ഞ് 6.64 ആയി. മത്സരിച്ച എല്ലാ സീറ്റിലും പരാജയപ്പെട്ട മാണി കോൺഗ്രസിന്റെ വോട്ട് വിഹിതവും കുറഞ്ഞിട്ടുണ്ട്. 2021 മാണി കോൺഗ്രസിന് ലഭിച്ച 3.3% വോട്ട് 2.6%ആയാണ് കുറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPIM നേതാക്കൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റുകൾക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പോസ്റ്റിന് താഴെ രൂക്ഷ വിമർശനമാണ് പാർട്ടി അനുഭാവികൾ തന്നെ ഉന്നയിക്കുന്നത്. തോൽവിക്ക് ഉത്തരവാദി MV ഗോവിന്ദനാണെന്നും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നുമാണ് കമന്റുകൾ. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പങ്കുവച്ച പോസ്റ്റിന് താഴെയും രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. അതേസമയം CPIM നേതാക്കളായ M സ്വരാജ്, P ജയരാജൻ എന്നിവർ പങ്കുവച്ച പോസ്റ്റുകൾ പ്രവർത്തകർ ഏറ്റെടുത്തു. അനർഹമായ ഒരു പരാജയം എന്ന വാക്കുകളോടെയായിരുന്നു സ്വരാജിന്റെ കുറിപ്പ് ആരംഭിച്ചത്. 1000 ശിലകൾക്കിടയിലും അരത്തെറ്റെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആർജവത്തോടെ തിരിച്ചു വരണമെന്നുമാണ് കുറിപ്പിലുള്ളത്. കമ്മ്യൂണിസ്റ്റുകൾ പാർലമെന്ററി വ്യവസ്ഥയിലെത്തുമ്പോൾ ജീർണതകളും കടന്നു വരുമെന്ന് P ജയരാജന്റെ FB പോസ്റ്റിൽ പറയുന്നു. തെറ്റുതിരുത്തൽ പ്രക്രിയ ഇല്ലാതെ മുന്നോട്ടു പോക്ക് അസാധ്യമാണ് എന്നുമാണ് കുറിപ്പിൽ. നിങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്ന് ജയരാജന്റെയും സ്വരാജിന്റെയും പോസ്റ്റിന് താഴെ ധാരാളം കമന്റുകൾ വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ ജയിച്ചു എന്നത് വസ്തുതയാണെന്നും പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമായി കരുതേണ്ടതില്ല എന്നും പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറഞ്ഞു. ജനവിധിയുടെ ഉത്തരവാദിത്വം പിണറായിക്ക് മാത്രമല്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് രൂപപ്പെട്ടു വന്നില്ല. CPM പോലൊരു പാർട്ടിയിൽ നിന്ന് ആളുകൾ പുറത്തുപോയി പിന്നെ UDFനോട് കൈകോർത്ത് മത്സരിക്കുന്നു, ചിലർ ജയിക്കുന്നു. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലാണ് ജയിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചുരുക്കി കാണണ്ട. എന്നാലും കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ഈ ജനവിധിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതല്ല. ഒരു വ്യക്തിക്ക് സംഭവിച്ച ഗുണദോഷങ്ങൾക്ക് ചുറ്റുമല്ല ഒരു തെരഞ്ഞെടുപ്പ് വിധി നിൽക്കുക. എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും യോജിച്ച തെരഞ്ഞെടുപ്പാണെന്നും സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നെങ്കിൽ താനും തോൽക്കുമായിരുന്നുവെന്നും സജീവ് ചെറിയാൻ പ്രതികരിച്ചു. തോൽവിക്ക് കാരണമായ എല്ലാ ഘടകങ്ങളും പരിശോധിക്കുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ വിഡ്ഢികളാണെന്നും ഇടതുപക്ഷം തെറ്റുകൾ തിരുത്തി ശക്തമായി തിരിച്ചു വരുമെന്നും MM മണി പറഞ്ഞു.
ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗവൺമെൻറ് വിരുദ്ധ തരംഗമൊന്നും ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ ചെങ്ങന്നൂരടക്കം നമ്മൾ നോക്കേണ്ടതാണ്. കാരണം വലതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനത്തെ ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. അപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു നിലപാടാണെങ്കിൽ വലതുപക്ഷത്തിന് സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ ഞങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ജയിച്ചല്ലോ. അപ്പോൾ ഗവൺമെൻറ് വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ പാർട്ടിയുടെ ഉയർന്ന ഘടകം മുതൽ എല്ലാ ഘടകങ്ങളിലും പരിശോധിച്ച് രാഷ്ട്രീയവും സംഘടനാപരവുമായി എടുക്കേണ്ട നിലപാടുകൾ, അതിൽ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒക്കെ പരിശോധിച്ച് പോകും. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഞങ്ങളുടെ തിരുത്തണ്ട. അത് അതൊക്കെ ഞങ്ങൾ വെറും പുല്ല് പോലെ കണക്കാക്കി ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാണ്. കാരണം എന്നാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെപ്പറ്റി എന്നാ പറയാനായി. സുരേഷ്, ഇതിപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിഷയത്തിൽ നേതാക്കൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്, നമ്മൾ കണ്ടു. മറ്റൊന്ന്, പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ വികാരം. അവർ തൽക്കാലം പരസ്യമായി റോഡിലിറങ്ങി പ്രകടനം നയിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കിടയിലെ കമൻറ്റുകളായും ഒക്കെ വരുന്നുണ്ട്. എന്താ തോന്നുന്നത്? എങ്ങനെയായിരിക്കും CPIMൻ്റെ ഇനിയുള്ള ഇപ്പം നാളെ ആരംഭിക്കുന്ന സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തലും തിരുത്തൽ നടപടികളുമൊക്കെ? ഇതിനകത്ത് ഈ വന്നിരിക്കുന്ന 1-2 പ്രതികരണങ്ങൾ, ഈ മണിയാശാൻ്റെ പ്രതികരണമൊന്നും അദ്ദേഹം ഈ ഘട്ടത്തിൽ ചെയ്യരുതായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാണ് എന്ന് പറയുന്ന അദ്ദേഹം ഉദ്ദേശാർത്ഥത്തിന് വിശദീകരണം അദ്ദേഹം പിന്നാലെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല, അവർ തമ്മിലടി തുടങ്ങി എന്നാണല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതൊന്നും പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വോട്ട് ചെയ്യുന്ന ഒരു ജനതയും വിഡ്ഢികളായിട്ടല്ല. അതിപ്പോൾ ഇവരുടെ രീതി, CPMൻ്റെ രീതി, പിണറായി വിജയനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി, പിണറായി ആ പറയുന്ന പോലെ മുറിച്ച പോലെ പോകാണ്. പക്ഷേ ആ രീതി തന്നെയാണ് ജനാധിപത്യം സമ്പൂർണ്ണമായി ശരി എന്നൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടേതല്ലാത്ത കോൺഗ്രസിൻ്റെ രീതി മറിച്ചാണ്. അവർക്ക് 3 ആളുകളുണ്ടാവും, അവർ തമ്മിൽ ഒരുപാട് തർക്കിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യും. അവരൊരാളെ സെലക്ട് ചെയ്യും, അവരുടേതായ രീതിയിൽ കൊണ്ടുപോകും. ഇതൊക്കെ അറിയാവുന്ന ജനമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, നല്ല വിവരമുള്ള ആളുകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളുകളെ വിഡ്ഢി എന്ന് വിളിച്ച മണിയാശാൻ്റെ ആ വാക്കുകൾ ശരിയല്ല എന്ന് എല്ലാവരും വിലയിരുത്തും. അത് പിന്നെ അദ്ദേഹം അങ്ങനെ പറയാറുള്ളതുകൊണ്ട് ആ നിലക്ക് തള്ളിക്കളയാം. വിജയരാഘവനാണെങ്കിൽ പറഞ്ഞതിലുള്ളൊരു കാര്യം, പിന്നെ ഈ എന്താണ്, ഒരു വ്യക്തിയുടെ മാത്രം പരാജയമല്ല ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരു തെരഞ്ഞെടുപ്പ്, ഏത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. ഒരു ഒറ്റ പ്രത്യേക ഘടകം മാത്രമായിട്ടൊന്നും തെരഞ്ഞെടുപ്പിൽ വിധി വരില്ല. അതിന് പല ഘടകങ്ങൾ ചേർന്നിട്ടാണ് വരിക. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നോട്ട് പോക്കിനും ഒരൊറ്റ വ്യക്തി മാത്രം കാരണമാകാറും അങ്ങനെ അതുമാത്രമായിട്ട് പറയുക സാധ്യമല്ല. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ഒരു വ്യക്തിയെ മാത്രം മുന്നോട്ട് വെച്ചിരുന്നു എന്ന കാര്യം നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പച്ചവെള്ളം പോലെ അറിയാം. പിണറായി വിജയൻ്റെ മുഖം മാത്രമായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് വിജയിക്കുമായിരുന്നെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്നായിരുന്നു അവർ പറയുമായിരുന്നത്. അവരുടെ അതിനുമുള്ള അഭിമുഖങ്ങളിലെല്ലാം പിണറായി വിജയനാണ് ഞങ്ങളുടെ ലീഡർ എന്ന്, പിണറായിയുടെ സർക്കാർ നടത്തിയ മികച്ച കാര്യങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ലാത്തവരും ഒരാളുടെ കുഴപ്പമാണ് എന്ന് പറയും. അത് കേൾക്കാൻ കൂടെ നിങ്ങൾ ബാധ്യസ്ഥരാണ്. തലകുനിച്ച് വിനയത്തോടു കൂടിയിട്ട് നാട്ടുകാരും അവരുടെ പാർട്ടിക്കാരും ഈ പോസ്റ്റിന് താഴെയും ഫ്ലക്സുകളായിട്ടും ചുവരെഴുതുമ്പോൾ ഒക്കെ കാണിക്കുന്നത് തലകുനിച്ച് നിന്ന് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു സാധാരണ തിരിച്ചടിയല്ല ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഹർഷ, അതായത് ഇതെന്താ തിരിച്ചടിയുടെ പ്രത്യേകത? ഈ തിരിച്ചടി ഞാൻ സമീപകാലത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ, എൻ്റെ ഓർമ്മയുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുക എന്ന സംഗതി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യർ വോട്ട് ചെയ്യും, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വോട്ട് ചെയ്യും. പക്ഷേ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു മുന്നണിയെ എന്നത് നമുക്ക് പറയാൻ കൊള്ളാവുന്നൊരു കാര്യമല്ലോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവുന്ന കാര്യമല്ലോ. പക്ഷെ ഇവിടെ ശരിയായി. കാരണം എന്താണ്, ഈ 102 സീറ്റ് എന്ന് വെച്ചാൽ പിന്നെ UDFൻ്റെ മാത്രം സീറ്റാണോ? അല്ല, അതിനകത്ത് പയ്യന്നൂരും തളിപ്പറമ്പിലൊക്കെ CPMകാരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. പയ്യന്നൂരും തളിപ്പറമ്പിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ കൂടെ, അതും പണ്ട് ചെയ്യാറുണ്ടായിരുന്നു, സ്വിംഗ് വോട്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ വോട്ട് ചെയ്യുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചെയ്യുന്നത്. അതല്ല, ഉറച്ച് ഞാൻ CPM ആണ് എന്ന് പറയുന്ന ആളുകൾ കൂടെ വോട്ട് ചെയ്തു എന്നാണല്ലോ നമ്മൾ തളിപ്പറമ്പും പയ്യന്നൂരും തൃക്കരിപ്പൂരും ഉദുമയിലൊക്കെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ UDFന് അനുകൂലമായിട്ട് വന്ന വോട്ടാണ്. ഇതിനെ ഞാൻ വിലയിരുത്തുക UDFന് അനുകൂലമായിട്ട് വന്ന വോട്ട് എന്നതുപോലെ തന്നെ ശരിയാണ് CPM വിരുദ്ധമായുള്ള ഒരു വോട്ടിംഗ് എന്നുള്ളത്. CPM വിരുദ്ധമാണത്. പിണറായി വിജയന് വിരുദ്ധമാണ് ഒരളവോളം, CPMന് വിരുദ്ധമായിട്ടുള്ള വോട്ടാണ്. CPM വിരുദ്ധമായ വോട്ട് വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് CPM അർഹിക്കുന്നത് മാത്രമാണോ കിട്ടുക എന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട് വിയോജിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിലൊക്കെ CPM വിരുദ്ധത എന്നത് CPM സർക്കാരുകൾ ഭരിക്കുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് മാധ്യമങ്ങളാണ്.
നമ്മളാരും കണ്ടിട്ട് പോലും ഇല്ലാത്ത വിധം അതിതീവ്രമായിട്ട് ഈ CPM-കാർക്കെതിരെ ഭയങ്കരമായിട്ട് ഉള്ളതും ഇല്ലാത്തതും ഒരു വലിയ പരിധിയോളം ഇല്ലാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഒരുപാട് കള്ളത്തരങ്ങൾ കൂടി ഇതിനകത്തൂടെ പ്രചരിപ്പിക്കപ്പെട്ടു. ഒരുപാട് തരത്തിലുള്ള, അതായത് നിശിതമായിട്ട് രാഷ്ട്രീയ വിമർശനം കോൺഗ്രസും UDF-ഉം പിന്നെ പല കക്ഷികളും ഉന്നയിക്കുമ്പോൾ അത് വസ്തുതാപരമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ മേൽത്തട്ടിൽ അതുണ്ട്. അത് സാധാരണ രാഷ്ട്രീയ പ്രക്രിയയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു മുന്നണിയെ, സർക്കാരിനെ വിമർശിക്കുക, നേതാക്കളെ വിമർശിക്കുക, അവരുടെ തെറ്റായ കാര്യങ്ങൾ വിമർശിക്കുക എന്നതൊക്കെ. പക്ഷേ അതിൻ്റെ അടിയിൽ അതിതീവ്രമായിട്ട്, അതിനേക്കാളും രൂക്ഷമായിട്ട് കേരളത്തിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം കള്ളത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര കൂടെ CPM-ന് വിരുദ്ധമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ CPM-കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ആ വീഡിയോകൾ CPM-കാരുടെ സ്ട്രീമിലേക്ക് വരുന്ന തരം വീഡിയോകളല്ല. CPM-കാരുടെയിലേക്ക് മാത്രമല്ല, ഒരു വലിയ പരിധിയോളം ഈ സാധാരണ രാഷ്ട്രീയക്കാരുടെയൊന്നും ഫോണുകളിലേക്ക് വരുന്ന തരം വീഡിയോകളോ കണ്ടൻറ്റോ അല്ല ഈ ഉൾത്തട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നത്. ഇതൊരു വലിയ അളവോളം നമ്മുടെ നാട്ടിൽ വന്ന, സമീപകാലത്ത് വന്ന മറ്റൊരു തരം രാഷ്ട്രീയത്തിൻ്റെ, ഈ സത്യാനന്തര കാലം എന്നൊക്കെ പറയുന്ന കാലത്തിൻ്റെ മറ്റൊരു തരം രാഷ്ട്രീയം മറ്റു സംസ്ഥാനങ്ങളിൽ വല്ലാത്ത തോതിൽ കള്ളം പ്രചരിപ്പിക്കുക, കള്ളം പ്രചരിപ്പിച്ചോളൂ, അങ്ങനെയാണ് വിജയിക്കേണ്ടതെന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയും പരസ്യമായിട്ട് പ്രസംഗിക്കുക, അങ്ങനെയുള്ളതിൻ്റെ ഒരു വലിയ അളവ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണഫലം ഉണ്ടായത് ഈ തവണ UDF-നാണ്. അത് രാഷ്ട്രീയത്തെ ആകെ മാറ്റുന്നുണ്ട്. ഇത് ഇവർക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് CPM വിരുദ്ധമായിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ് ഇവിടെ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ CPM വിരുദ്ധമായ വോട്ടിങ്ങിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന പരാജയം അവർ തിരിച്ചറിയണം. പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ വലിയ തോതിൽ മനുഷ്യരെ വെറുപ്പിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് അദ്ദേഹത്തോട് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടും വെറുപ്പും ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുതയെ നമ്മൾ അതോടൊപ്പം കാണണം. ഇതെല്ലാം ഈ പറയുന്ന വീഡിയോകളിലൂടെ വരുന്നത് കുഴപ്പം പിടിച്ച കാര്യമാണ് എന്നല്ല. അതായത് മനുഷ്യരോട് ഒരു ഘട്ടത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ്, രണ്ടാം തവണയൊക്കെ ഭരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് ഒരു സർക്കാരും മറ്റും പെരുമാറേണ്ടത് എന്ന തരത്തിലുള്ള ആലോചനയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിലേക്ക് വേണ്ടി വരും. ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം ഹർഷ. അതായത് ഇതെന്നേക്കുമായിട്ട് CPM ഇല്ലാതായി എന്ന് വിചാരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. പിന്നെ അങ്ങനൊരു സംഭവമേ ഇല്ല. നമ്മളിപ്പോൾ കോൺഗ്രസ് BJP പ്രചണ്ഡമായിട്ട് 2014 വന്നപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ്, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നായിരുന്നു ഈ BJP പറഞ്ഞത്. BJP അവരുടെ ശക്തിയുടെ സകലമാന ഉത്തുംഗ ശൃംഖത്തിലാണിപ്പോൾ. അവരുടെ കയ്യിൽ എല്ലാത്തരം സംവിധാനങ്ങളും ഉണ്ട്. അവർ നടപ്പാക്കാവുന്ന കാര്യങ്ങളെല്ലാം പ്രചണ്ഡമായ തോതിൽ നോട്ട് നിരോധം തൊട്ട് SIR നടപ്പാക്കുന്നവരെ രാജ്യം കണ്ടിട്ടില്ലാത്തത്രക്ക് വലിയ സംഭവങ്ങൾ നടത്തി. എന്നിട്ടും കോൺഗ്രസ് ഇവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, കോൺഗ്രസ് കേരളം പോലൊരു സ്ഥലത്ത് കോൺഗ്രസ് 102 സീറ്റുകളായിട്ട് കോൺഗ്രസിൻ്റെ മുന്നണി അധികാരത്തിൽ വരികയാണ്. കോൺഗ്രസ് ഉണ്ട്, ഇപ്പോഴും അവർക്ക് ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. RSP ഒരു ചെറിയ പാർട്ടിയാണല്ലോ, കുണ്ടറ വരെയുള്ള പാർട്ടി എന്നാണ് മറ്റുള്ള ആളുകൾ പരിഹസിക്കുക. ചവറ മാറാൻ പാടില്ല, കൊല്ലത്തേക്ക് അതല്ല, ചവറ വരെ എന്നുള്ളൊരു പാർട്ടി എന്നാണ് പറയുക. പക്ഷേ എന്താ അവർ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് NK പ്രേമചന്ദ്രൻ പോസ്റ്റ് കണ്ടില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ അവർ 4-5 സീറ്റ് വാങ്ങി. അവർ ഒരു സീറ്റും ഇല്ലാതെ വാങ്ങി 4 ജയിച്ചു. അപ്പോൾ ഇത്രയും സീറ്റ് അവരുടെ കയ്യിലേക്ക് കിട്ടി. അപ്പോൾ ഏത് RSP ചെറിയൊരു പാർട്ടിയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അദ്ദേഹം വളരെ അഭിമാനത്തോടെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, സംസ്ഥാന പാർട്ടി പദവി നമുക്ക് കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിയെ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. CPM ഇതേക്കാൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് വരിക തന്നെയാണ് ചെയ്യുക എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ഈ മണിയാസൻ ചൂണ്ടിക്കാണിച്ച കാര്യത്തിലുള്ള ഈ കാര്യമുണ്ടല്ലോ, അതായത് കോൺഗ്രസിൻ്റേതായുള്ള സവിശേഷമായ രാഷ്ട്രീയ സംഗതികളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വഴക്ക്, ഇനി അങ്ങോട്ട് മറ്റ് പല കാര്യങ്ങളിലുള്ള കുഴപ്പങ്ങൾ, അതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും CPIM-ൻ്റെ രാഷ്ട്രീയ വോട്ടുകൾ അങ്ങോട്ടേക്ക് തന്നെ വരികയും CPIM അവരുടെ തിരുത്തൽ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഒറ്റ കാര്യമേ അവർ ആലോചിക്കേണ്ടതുള്ളൂ, പതിവ് തോന്നുന്ന ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കണം കേട്ടോ, നിങ്ങൾ ഞങ്ങൾ വല്ലാതെ പഠിപ്പിക്കാൻ വരണ്ട എന്ന ഒരു ധാർഷ്ട്യ മുഖഭാവം പുറത്തു വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം പഴയ കാലമല്ല, പഴയ കാലത്തെ ആശയപ്രകാശന രീതികളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഗോവിന്ദൻ മാഷെ നേരത്തെ മുൻകാലങ്ങളിൽ സെക്രട്ടറിയെ കണ്ട് നേർക്കുനേർ കാര്യം പറയാൻ പറ്റാൻ ഒരു ചുരുക്കം ആളുകൾക്ക് മാത്രമേ പറ്റൂ. മുഖാമുഖം കാണുമ്പോൾ എങ്ങനെയാണ് ഒന്നും മുഖം കറുത്ത് പറയുക എന്ന തോന്നൽ ആ കാണുന്ന പാർട്ടിക്കാർക്കുണ്ടാകും. ഇപ്പോൾ പക്ഷേ പോസ്റ്റിൻ്റെ താഴെ എഴുതിയിടാൻ ഇവർക്ക് ആർക്കും ഒരു മടിയില്ല. അപ്പോൾ ആ കാലത്താണ്. അതുകൊണ്ട് ഈ കാലം അർഹിക്കുന്ന വിനയത്തോട് കൂടിയിട്ടും, കാലവും ഈ പരാജയത്തിൻ്റെ വലുപ്പവും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വിനയത്തോടു കൂടിയിട്ട് ഈ കാര്യങ്ങളെ പരിശോധിച്ച് പോയാൽ അവർക്ക് കൊള്ളാം എന്നതാണ് കേരളം അവരോട് പറയുന്ന ഒരു സന്ദേശം. നിശ്ചയമായിട്ടും CPIM ഇല്ലാതാവുകയില്ല. എന്താണ് കൂടുതൽ മുന്നോട്ട് വരാനുള്ള സംഗതികളൊക്കെ അവരുടെ കൈവശമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇതിനകത്ത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതിനകത്ത് 2 കാര്യങ്ങൾ. ഈ നേതാക്കന്മാർക്കെതിരെയുള്ള രോഷപ്രകടനം എന്നത് ഒരു വലിയ പരാജയത്തിന് ശേഷം നേതാക്കന്മാർക്കെതിരെയുള്ള രോഷപ്രകടനം എന്നത് ഇനി അങ്ങോട്ട് സ്വാഭാവികമായി കാണണം. കാരണം 2021 കോൺഗ്രസിൻ്റെ വലിയ പരാജയത്തിന് തൊട്ടു പിന്നാലെ നടന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും എല്ലാം അതിരൂക്ഷമായ ഭാഷയിൽ ഭത്സിച്ചുകൊണ്ടുള്ള വീഡിയോകളൊക്കെ ഇങ്ങനെ വ്യാപകമായി ഇറങ്ങി. അതിൻ്റെ തുടർച്ചയായി സംഭവിച്ചത് എന്താണ്? ആ നേതൃമാറ്റം തന്നെ സംഭവിച്ചു. അത് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഇപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം ഏറ്റവും ആരാധിക്കുന്ന നേതാവിനെതിരെ
ഇതിനെതിരെ ഉയർന്ന അത്രയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളൊന്നും വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ ഉന്നയിച്ചിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ അത്രയും രൂക്ഷമായ ഭാഷയിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നത് ആ വിമർശനങ്ങൾ. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉയർന്നത്. അവർക്ക് രണ്ടുപേർക്കും നേതൃപദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതിനുശേഷമുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം, ഈ പരാജയത്തിൻ്റെ രോഷപ്രകടനം ഇനി അങ്ങോട്ടുള്ള കാലം. കാരണം ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ്റെ സ്വഭാവം മാറി. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്മിറ്റിക്കകത്തിരുന്ന് മാത്രമല്ല കാര്യങ്ങൾ പറയുന്നത് എന്ന സ്ഥിതിയുണ്ട്. അനുഭാവിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏറ്റവും ഉന്നതനായ നേതാവിനെതിരെയും ജനങ്ങൾക്ക് പറയാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് തിരിച്ചറിയണം. ഞാൻ പറഞ്ഞത് കാലികമായ തിരുത്തലുകൾ ഈ മൊത്തം ഇടപെടലുകളിലും മൊത്തം പരിപാടികളിലും എല്ലാം വേണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചുള്ള പ്രചാരണ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ആ പ്രചാരണ പരിപാടികൾ വ്യാപകമായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും അന്വേഷിക്കുമല്ലോ ഇത് കൗതുകം കൊണ്ട്. ഇതെങ്ങനെയാണ്, ആരാണ് ഇപ്പോൾ LDF അല്ലാതെ മറ്റാര് എന്നുള്ളത്, ആരാണ് അതിൻ്റെ ഒരു ആൾ എന്നുള്ളത് അന്വേഷിച്ചാൽ നമ്മൾ വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് കുറച്ചുകൂടി കൂടുതൽ ഉള്ളിലേക്ക് കടന്ന് അന്വേഷിക്കാൻ കഴിയുമെന്നാണല്ലോ സങ്കല്പം. പിടികിട്ടിയില്ല. ഇത് ആരാണ് ഇത് തീരുമാനിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പോലും വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടുന്ന സ്ഥിതിയില്ല. ഈ ബോർഡുകളെക്കുറിച്ച് ആരാണ് തീരുമാനിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്ഥിതിയില്ല. ഞാൻ പറയുന്നത് ഈ സെക്രട്ടേറിയറ്റൊക്കെ യോഗം ചേരുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് അറിയാമായിരുന്നോ ഇത് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ കൗതുകത്തിൽ എനിക്ക് തോന്നുന്ന ചോദ്യം. കാരണം സെക്രട്ടേറിയറ്റിന് അറിയാമായിരുന്നോ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖം മാത്രം വെച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളിലേക്കാണ് നമ്മൾ കടക്കുക എന്ന് ഞാൻ ഘടകകക്ഷി നേതാക്കളോട് ചോദിച്ചു. അവർക്കാർക്കും അറിയില്ലായിരുന്നു. മുമ്പൊക്കെ ഘടകകക്ഷി നേതാക്കന്മാരുടെ ഫോട്ടോയും കൂടെ ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു പ്രചാരണമാണ് നടന്നിട്ടുള്ളത്, തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വരെ. ഇത്തവണ അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് എവിടെ തീരുമാനിക്കപ്പെട്ടു? ഇത് എല്ലാവർക്കും അറിയാവുന്ന തീരുമാനമാണോ? അറിയില്ല. ഇപ്പോൾ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ഔദ്ധത്യം നിറഞ്ഞ ആ പരസ്യവാചകം ആര് തീരുമാനിച്ചതാണ്, എവിടെ നിന്ന് വന്നതാണ് എന്നുള്ളത് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അങ്ങനെ ഒരവസ്ഥ തീർച്ചയായും പാടില്ല. അത് സുതാര്യമായി തന്നെ പറയാവുന്ന, അഭിമാനത്തോടെ അവതരിപ്പിക്കാവുന്ന ഒരു മുദ്രാവാക്യമല്ലേ വേണ്ടത്. അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതും മനസ്സിലാക്കാവുന്ന തരത്തിലല്ലേ വേണ്ടത്. അതപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഭത്സനത്തിൻ്റെ എല്ലാം അതൊക്കെ ഏറ്റുവാങ്ങാനുള്ള ഉത്തരവാദിത്വം തീരുമാനിച്ചവർക്കുണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനെ വിട്ടുകളഞ്ഞിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. അതൊക്കെ ആ തീരുമാനം എടുത്തവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, ആ വിമർശനം ഏറ്റുവാങ്ങാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ, VS അച്യുതാനന്ദൻ്റെ പടം വെച്ചപ്പോൾ ഫ്ലെക്സുകൾ ഉയർന്നപ്പം വലിയ വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്. P ജയരാജനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത് ഒരു പാട്ടിറങ്ങിയപ്പോഴാണ്. ഓർമ്മയുണ്ടോ? അതായത് എന്താണ്, വ്യക്തിയെ പുകഴ്ത്തുന്ന തരത്തിൽ അത് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് പാർട്ടി, ഇങ്ങനെയാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നതെന്നാണ് പൊതുവെ പൊതുസമൂഹം തന്നെ കരുതി വച്ചിരിക്കുന്നത്. പാർട്ടിക്കാർ മാത്രമല്ല, പൊതുസമൂഹം തന്നെ കരുതി വച്ചിരിക്കുന്ന കാലത്ത്, അതായത് അതൊന്നും അത്ര പ്രായോഗികമായ സംഗതി അല്ല പുതിയ കാലത്ത്. കാരണം സോഷ്യൽ മീഡിയ വഴിയൊക്കെയുള്ള ക്യാമ്പയിൻ, ഫോട്ടോയും വിഷ്വലും പാട്ടും എല്ലാം നിറഞ്ഞ ഒരു ക്യാമ്പയിൻ്റെ കാലത്ത് അതൊന്നും പാടില്ല എന്നുള്ള ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടിക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ വൈകിയ നേതാക്കന്മാർ ഇവർക്കൊക്കെ എതിരെ VSനെതിരെയും ജയരാജനെതിരെയും ഒക്കെ നടപടി സ്വീകരിക്കുന്നതിലേക്ക് തന്നെ കാര്യങ്ങളെത്തി. അല്ലെങ്കിൽ പാർട്ടിയിലെ വിഭാഗീയതയിൽ ഇതൊരു സാധ്യതയാണെന്ന് കണ്ട ആ കാലത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതൊക്കെ സ്വീകാര്യമാണ് എന്ന് ഏകപക്ഷീയമായി തീരുമാനിച്ചങ്ങ് നടപ്പാക്കുമ്പോൾ അത് സാധാരണക്കാരന് ദഹിക്കില്ല. പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഈ ചോദ്യങ്ങൾ ഉള്ളിലുണ്ട്. അത് ചോദിക്കാവുന്ന സാഹചര്യം ആ സമയത്ത് അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളത് അവരുടെയും കൂടെ കുഴപ്പമാണ്. പക്ഷേ ഇപ്പോൾ അത് ആളുകൾ ചോദിക്കും. കാരണം വലിയ പരാജയത്തിൽ നിൽക്കുമ്പോഴാണല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ തലമുറയുടെ മാറ്റം അത് CPIM അർഹിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് നേതൃതലത്തിൽ. ഞാൻ നോക്കുമ്പോൾ ഈ CH കണാരൻ മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കന്മാരൊക്കെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന പ്രായം ഞാൻ ആലോചിച്ചു. പിണറായി വിജയൻ അടക്കം വന്ന കാലം ഞാൻ ആലോചിച്ചു. 52 വയസ്സ്, 53 വയസ്സ്, കോടിയേരി വരുമ്പോൾ ഒരു 60 വയസ്സ്, അതുവരെയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ നേതാക്കന്മാർ. 53 വയസ്സിലാണ് EK നായനാർ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു കാലം ആ നേതാക്കളെ കണ്ടെത്തിയിരുന്നതെങ്കിൽ അതുപോയി ഒരു ഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള യുവ നേതാക്കളെ ആ നിലയ്ക്ക് കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെയും CPIMൻ്റെയും നേതാക്കളുടെ തലമുറ വ്യത്യാസമുണ്ട്. 2 തലമുറയിൽ നിൽക്കുന്നവരാണ് കോൺഗ്രസിനെ നയിക്കുന്നതും CPIMനെ നയിക്കുന്നതും എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. അത് താഴെത്തട്ടിലേക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അന്തം വിട്ടുപോയി. ഞാൻ കരുതി ഒരുപാട് വിടുമ്പോൾ ഒരുപാട് മുതിർന്ന MV രാഘവൻ ആരാണ്? ഒരു ടവറിംഗ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അന്ന് MV രാഘവൻ. അപ്പോൾ ആ നേതാക്കൾ ആ പ്രായത്തിൽ നേതൃപദവി ആ ഉയർന്നു വരുന്ന പതിവ് CPM തെറ്റിച്ചിട്ടുണ്ട്.
അതൊരു അബദ്ധമാണ്. അപ്പോൾ അതൊക്കെ തിരുത്തേണ്ട സമയമായി. അത് മാത്രമല്ല പക്ഷേ ഇതിലിപ്പോൾ ഈ ഫ്ലക്സ് ബോർഡ് വെച്ചത് സത്യത്തിൽ അത് ആദ്യമൊക്കെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് ഇതൊരു പുതിയ കാലത്തിൻ്റെ രീതിയാണല്ലോ. ഒന്ന് ബംഗാളിൽ മമത, ഇവിടെ സ്റ്റാലിന്, പിന്നെ മോദി ആണെങ്കിൽ എല്ലായിടത്തും പെട്രോൾ പമ്പിൽ ഒരു മോദിയാണ്, സകല സ്ഥലത്തും എന്ത് നോക്കിയാലും മോദിയെ കാണാം. അപ്പോൾ ഇതൊരു കാലത്തിൻ്റെ രീതി. അപ്പോൾ നമ്മളത് വിശാലമായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ ആ കാലത്തിൻ്റെ രീതി എങ്ങനെ വന്നു? ഇപ്പോൾ ഉദാഹരണത്തിന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയൊക്കെ ആദ്യ കാലങ്ങളിൽ ഈ കേരളം മുഴുവൻ ഫെമിലിയർ ആയിട്ടുള്ള 2-3 മുഖങ്ങളേ ഉള്ളൂ. അത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെ ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പറഞ്ഞ എത്ര ഇൻഫ്ലുവൻസേഴ്സാണ്. ഇപ്പം നമ്മുടെ കാലത്തിൻ്റെ സംവിധാനങ്ങൾ മാറിയപ്പോൾ എല്ലാവരും അവരുടെ മുഖങ്ങളെ പ്രകാശിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ, വാർത്താ ചാനലുകൾ, എല്ലാത്തിലെയും പ്രധാനപ്പെട്ട അവതാരകരുടെ എല്ലാ മുഖം ഈ റോഡിലെല്ലാം പോയാൽ കാണാമല്ലോ, ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി കാലം മാറി. VS അച്യുതാനന്ദൻ്റെ ഫ്ലക്സ് വെക്കുന്നതിനെ എതിർത്ത പിണറായി വിജയൻ സ്വന്തം ഫ്ലക്സ് എല്ലാ റോഡിലും വെച്ചിരിക്കുന്നു എന്നതിനെ അങ്ങനെ കണ്ടാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഉദാരതയോടുകൂടി അതിനെ കാണുമ്പോഴും പക്ഷേ അത് വല്ലാത്ത തോതിൽ അങ്ങ് തിക്കായിട്ടിരിക്കും. എവിടെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മുഖം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയത് എന്താണെന്നറിയോ? പക്ഷേ അതായത് ഞാൻ പറഞ്ഞില്ലേ, സമൂഹത്തിൻ്റെ അധോ തലങ്ങളിലൂടെ മറ്റൊരു തരം വീഡിയോ കണ്ടൻറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു CPM-നെതിരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മരുമോനിസമുണ്ട്, അതിനകത്ത് വർഗീയതയുണ്ട്, അതിനകത്ത് പിണറായി വിജയനെതിരെ ജാതി പ്രശ്നമുണ്ട്, സ്ത്രീ വിരുദ്ധതയുണ്ട്. അങ്ങനെ അങ്ങേയറ്റം ഈ സമൂഹം നികൃഷ്ടമെന്ന് കരുതുന്ന എല്ലാ സംഗതികളെയും, ശരിയല്ല നിന്ദ്യമെന്ന് കരുതുന്ന എല്ലാ സംഗതികളോടും കൂടി ചേർത്തിട്ട് ഈ CPM വിരുദ്ധത അകത്തുകൂടെ ഒരുപാട് കണ്ടൻറ്റുകളായിട്ട് പുറം മേൽത്തട്ടിൽ കാര്യങ്ങളെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത വിധം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടി മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം ഹർഷ, ആ കണ്ടൻറ്റിൻ്റെ പ്രധാനപ്പെട്ട തീം എന്താണോ ആ തീമാണ് ഇവർ ഫ്ലക്സായിട്ട് വെച്ച് ഉറപ്പിക്കുന്നതായിരുന്നു. ആ തീം ഉറപ്പിക്കുന്നതായിരുന്നു ഇവർ കൊടുത്ത ഫ്ലക്സ്. യഥാർത്ഥത്തിൽ ഇവരുടെ പ്രചാരണത്തിനാണ് ഈ ഫ്ലക്സ് എല്ലാം വെച്ചതെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്കെതിരായിട്ടുള്ള പ്രചാരണത്തിനാണ് അത് ഉപയോഗിക്കപ്പെട്ടത്. ആ കണ്ടന്റ് മുഴുവനായത് അവർക്കെതിരായിട്ടുള്ള പ്രചാരണത്തിനാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യമാണ്, അവർ ധൂർത്തടിക്കുകയാണ് എന്ന ഉള്ളിലൂടെയുള്ള ഈ പ്രചാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ നോക്കുമ്പോൾ ദേ കാണുന്നു, അത് കാണുന്ന ഒരാൾ നോക്കുമ്പോൾ ദേ കാണുന്നു കുടുംബ ഏകാധിപത്യം. ഒറ്റ മനുഷ്യരില്ല, ഒരു മുന്നണി സർക്കാരിൽ അരിവാൾ ചുറ്റിയുടെ ചിത്രം പോലും അവിടെ കാണാനില്ല, പിണറായി വിജയൻ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഇതാ ഈ അധോലോകത്തിലൂടെ വരുന്ന ഈ അധോതലത്തിലൂടെ വരുന്ന ഈ വീഡിയോക്കകത്തിൽ അതേ സംഗതി അവർ കണ്ടന്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വന്തം കാലിലേക്ക് വെടിവെക്കുക എന്ന് പറയുന്നത് പോലെ സ്വന്തം തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളാണ് ഇവർ കേരളം മുഴുവൻ വെച്ചത് എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് ഇതിലെ പ്രധാന. അതിനകത്തൊരു പ്രശ്നമുണ്ട് തനീഷ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കണ്ടന്റ് ഉണ്ടല്ലോ, ഇത്തരം കണ്ടന്റുകൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വലിയ വീഴ്ച CPIM-ന് ഉണ്ടായിട്ടുമുണ്ട്. പാർട്ടി എന്ന നിലയ്ക്ക്, മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒക്കെ ആ കാര്യത്തിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ്. എങ്ങനെ അങ്ങോട്ട് പോയെന്ന് ആലോചിച്ചാൽ അതെ, PV Anwar പോയതടക്കം. PV Anwar എങ്ങനെയാണ് വെറുതെ അങ്ങ് പോയതല്ലല്ലോ. PV Anwar ആർക്കെതിരെയാണ് പോരാടി തുടങ്ങിയത്? PV Anwar പോരാടി തുടങ്ങിയത് ഇത്തരത്തിൽ വ്യാജമായ കണ്ടന്റ് ഉണ്ടാക്കുന്ന യൂട്യൂബർമാർക്കെതിരെ പോരാടി തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് ഒരാൾക്കെതിരെ പോരാടി തുടങ്ങിയതാണ് PV Anwar. ആ പോരാട്ടം ചെന്ന് നിന്നത് ബേപ്പൂരാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ ഈ സംവിധാനം തന്നെയാണ്. ഇതിനോട് അത്തരം സംഗതികളോട് കാണിച്ച ഉദാരമായ സമീപനമുണ്ടല്ലോ, ഇതൊക്കെ വ്യാജമായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എവിടെ ഏൽക്കാനാണ് എന്നുള്ള ആ തോന്നൽ, അത് തെറ്റാണ്. കാലം മാറിയിട്ടുണ്ട്. ആ മാറ്റത്തിൽ ഈ പറഞ്ഞ പ്രചാരണ വിദ്യകളൊക്കെ ആവാം ഇതിനെ കൂടി പ്രതിരോധിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടതിന് ശേഷം. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പശുവും ചത്തും ഊരിലെ പുളിയും പോയി കഴിഞ്ഞതിന് ശേഷം ഓരോ വിഷയത്തിലും പ്രതികരിക്കുന്ന രീതിയൊന്നും ഈ കാലത്തിന് പറ്റുന്നതല്ല. അതായത് അല്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ഈ എന്താണ് അതായത് ഒരു വിഷയമുണ്ടാകുന്നു, ഒരു വ്യാജ ആരോപണം ഉണ്ടാകുന്നു, ആ ആരോപണത്തിനെതിരെ പ്രതിരോധിക്കാൻ രംഗത്ത് ഇറങ്ങുന്നവരതിനെ വഷളാക്കി കഴിയും. ഇതിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ. അതിനു പകരം യഥാസമയം ഈ വിഷയങ്ങളിലൊക്കെ ഒപ്പം പ്രതികരണം ഉണ്ടായാൽ, അല്ല അടുത്ത കമ്മിറ്റിക്ക് ശേഷം പ്രതികരണം പറയാമെന്ന് തീരുമാനിച്ചാൽ ആ കാര്യത്തിൽ പോക്കാണ്. പിന്നെ വേറെ കാര്യം കൂടി, എന്നാൽ ഒരു കാര്യം കൂടി പക്ഷേ, എന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ AK ബാലനെയും വിജയരാഘവനെയും ഓർത്താൽ മതി. ഇപ്പോൾ വിജയരാഘവൻ്റെ പ്രതികരണത്തിൽ വർഗീയതയാണ് കാരണം എന്ന് പറഞ്ഞാൽ രാഗി മുറിച്ചിച്ച എന്തോ. അതായത് വിജയരാഘവൻ എന്ന് വെച്ചാൽ അതായത് പിന്നെ മാത്സ് പരീക്ഷയ്ക്ക് പോയാലും സ്വയം അറിയാവുന്ന മലയാളം കവിത മാത്രം എഴുതി വെക്കുന്ന പരീക്ഷ എഴുതുന്ന കുട്ടിയുണ്ടല്ലോ. അതായത് കണക്കാണ് പരീക്ഷ, പക്ഷേ അവനറിയാവുന്നത് കവിത, പിന്നെ P. കുഞ്ഞിരാമനായിട്ട് കവിത വരിക, അത് കണക്ക് പരീക്ഷന് ഉത്തരമായിട്ട് എഴുതി വെക്കുന്ന ചില കുട്ടികളുണ്ട്. നമ്മുടെ പഠിക്കുമ്പോഴൊക്കെ ഉണ്ട്. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇത് എഴുതുന്നത്. അതുപോലെ ഏതിനും വർഗീയത എന്നാണ്. അതായത് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ വർഗീയത, മൂപ്പർക്ക് അറിയാവുന്ന ഒരേ ഒരു ടൂള് വർഗീയതയാണ്. എങ്ങനെ സംഭവിച്ചു? ഉറക്കത്തെഴുന്നേറ്റ് പറയൂ വിജയരാഘവൻ എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ പറയും അത് വർഗീയത കൊണ്ട് തോറ്റാണെന്ന് പറയും. ഇത് ഒരു പല അടരുകളുള്ള മതജാതി വ്യത്യാസമില്ലാതെ ആളുകളെല്ലാം വോട്ട് ചെയ്ത്. ഇപ്പോൾ ഒരു തെക്കൻ ജില്ലയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു RSSകാരനും CPM-നോട് വിരോധമുണ്ട്, കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനും CPM-കാരനോട് വിരോധമുണ്ട്. അപ്പോൾ അത് വർഗീയത കൊണ്ടാണ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പപ്പണി, അതായത്
വഴിയിൽ ക്രിയ ചെയ്യുക എന്നതിൻ്റെ ആളുകളായിട്ട് ഇവർ മാറുകയും ചെയ്യുന്നു. അതായത് ഹർഷൻ പറഞ്ഞതുപോലെ അവധാനതയോടുകൂടി ആലോചിച്ചിട്ടല്ല, മീൻസ് ഒരുപാട് സമയമെടുത്തിട്ടല്ല പ്രതികരിക്കേണ്ടതെന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ എന്നാൽ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ മുഴുവൻ മണ്ടത്തരങ്ങളും ആവുക എന്ന കുരുക്കിൽ ഇവരുടെ സീനിയർ നേതാക്കളെന്ന് പെട്ടിട്ടുണ്ട്. എ കെ ബാലനിൽ നിന്ന് ആ പതാക വിജയരാഘവൻ കുറച്ചു കാലമായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട്. ഇ പി ജയരാജൻ നമ്മൾ എന്തായാലും കാണുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, തലമുറ എന്നുള്ളത് ആ തലമുറ മാറ്റം യഥാസമയം സംഭവിക്കാത്തതിൻ്റെ പ്രശ്നം. പിണറായി വിജയൻ നേതാവായതുപോലെ ഇ കെ നായനാർ നേതാവായതുപോലെ സി എച്ച് കണാരൻ നേതാവായതുപോലെ നേതാക്കന്മാർ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകളിൽ ഉൾപ്പെടെയുണ്ടായ തകർച്ചയിൽ ഇപ്പോഴും നടുങ്ങി നിൽക്കുകയാണ് CPIM നേതൃത്വം. ഏത് രാഷ്ട്രീയ തരംഗത്തിലും ഇളകാത്ത LDFിൻ്റെ പൊന്നാപുരം കോട്ടകൾ പോലും UDF തരംഗത്തിൽ നിലംപൊതി. സംസ്ഥാനത്തെ പാർട്ടി കേഡർ വോട്ടുകളിൽ പോലും ഉണ്ടായത് വൻ ചോർച്ചയാണ്. പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ടായ ആലസ്യം, താഴെത്തട്ടിലുണ്ടായ വോട്ടർമാരുമായുള്ള ബന്ധത്തിലെ കുറവ്, ചില നേതാക്കളുടെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം എന്നിവ പരാജയത്തിന് കാരണങ്ങളായി വിലയിരുത്തുന്നവരും നിരവധിയാണ്. സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും പാർട്ടിക്ക് അതിൻ്റെ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടെന്ന വിമർശനമാണ് അണികൾ ഉൾപ്പെടെ ഉയർത്തുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ഇടതുവിരുദ്ധ ഏകീകരണം മുൻകൂട്ടി കാണാനായില്ല എന്ന വിമർശനവുമുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അണികളും അനുഭാവികളും ഉൾപ്പെടെയുള്ളവരുടെ രോഷപ്രകടനം ഇപ്പോഴും നമുക്ക് കാണാനാകും. തെറ്റുതിരുത്തി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണമെന്നാണ് ഓരോ പ്രവർത്തകരും ആഗ്രഹിക്കുന്നതെന്നും ഈ വിമർശനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഉണ്ടായ പോരായ്മകളെ കൃത്യമായി ഉൾക്കൊണ്ട് P ജയരാജനും M സ്വരാജും ഒക്കെ നടത്തിയ പ്രതികരണങ്ങൾക്കും പ്രവർത്തകരുടെ വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും ശ്രദ്ധേയമാണ്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനും ഇപ്പോൾ നേരിട്ട തിരിച്ചടിയെ മറികടക്കാനും നേതൃത്വം എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുക എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. RDX അതിന് കാത്തിരിക്കുകയാണ്.